ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് പർപ്പിൾ ക്യാബേജ് കൊണ്ട് ഒരു കിടിലനായിട്ടുള്ള സാലഡാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത് മൂന്ന് ഐറ്റം ആണ്. ഒന്ന് ഇതാ പർപ്പിൾ ക്യാബേജ്, പിന്നെ അതുപോലെ തന്നെ ഇതാ ഞാൻ വല്യുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, സബോള, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു പർപ്പിൾ ക്യാബേജ് ഒന്നും ആവശ്യമില്ല, നമുക്കിതിൻ്റെ പാതി മതിയാവും സാലഡ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു സബോളയും അതുപോലെ തന്നെ നമുക്ക് നാരങ്ങേൻ്റെ പകുതി മതിയാവും കേട്ടോ. നാരങ്ങ നീര് നമുക്കിതിൽ ആഡ് ചെയ്യാനുണ്ട്, അപ്പോൾ അതിൻ്റെ പകുതി മതിയാവും. ഇതുകൊണ്ടൊരു കിടിലൻ സാലഡ് നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പർപ്പിൾ ക്യാബേജ് സാലഡ് ഇതവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഇതവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച പർപ്പിൾ ക്യാബേജിൻ്റെ പാതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സബോളയാണ്. ഒരു സബോള എടുത്തിരുന്നു, അതും ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കനം കുറച്ചിട്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പർപ്പിൾ ക്യാബേജിൻ്റെ സാലഡ് ഉണ്ടാക്കാനായിട്ട് ഇതാ അവിടെ ഗ്യാസിൽ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത ക്യാബേജാണ്. അപ്പോൾ അത് നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം അത് ഇതിലോട്ട് ഫുള്ള് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി പിന്നെ നമ്മൾ എടുത്ത് വെച്ച സബോള ഉണ്ടല്ലോ, അതും നമ്മൾ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, അതും ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ, ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഇടാൻ പറ്റുള്ളൂ, ഒരുപാട് കൂടേണ്ട കാര്യമില്ല. സാലഡാണ്, നമുക്ക് ജസ്റ്റ് ഒരു ഹാഫ് ബോയിലേ ആവശ്യമുള്ളൂ. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഒന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇതിലോട്ടൊന്ന് നന്നായി മിക്സ് ആവട്ടെ, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ, നല്ല രസമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രീൻ ക്യാബേജ് കൊടുക്കുന്ന പോലെയല്ല, ഈ ഒരു ക്യാബേജ് അതിൻ്റെ കളർ കൊണ്ട് തന്നെ കുട്ടികൾ കഴിക്കും നന്നായിട്ട്, നമുക്കും നല്ലതാണ്. അപ്പോൾ സാലഡ് നമ്മൾ ഡെയിലി നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റൊക്കെ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഈ ഒരു പർപ്പിൾ ക്യാബേജിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. മാർക്കറ്റിലൊക്കെ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് പല ടൈപ്പിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് മാക്സിമം വാങ്ങാൻ നോക്കുക കേട്ടോ, നല്ലതാണ്. നല്ല രസമാണ് കാണാനും, അതുപോലെ തന്നെ ഹെൽത്തിയാണ്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഹാഫ് ബോയിൽ ആയാൽ മതി, ഒന്നൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പർപ്പിൾ ക്യാബേജ് ഒരു ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. ഈ ഒരു ഉള്ളിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ മിക്സായി കാണുമ്പോൾ കളർ കോമ്പിനേഷൻ പെട്ടയാണ് കേട്ടോ, സൂപ്പറാണ് കാണാൻ തന്നെ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഹാഫ് ബോയിലായ നമ്മുടെ പർപ്പിൾ ക്യാബേജിലോട്ട് നമുക്കൊരു നാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങൻ്റെ പാതി മതിയാവും, പാതി ചെറുനാരങ്ങ നീര് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുനാരങ്ങ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിനീഗർ ഉണ്ടല്ലോ, അതൊരു 1/2 സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ചെറുനാരങ്ങയ്ക്ക് നീര് കുറവാണ്, കണ്ടില്ലേ, ചെറിയൊരു പുളിപ്പ് രസം നമുക്ക് മതിയാവും. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനൊരു ഹാഫ് ചെറുനാരങ്ങനെ നമുക്ക് അതിൻ്റെ നീര് നമുക്ക് ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാനായിട്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ കരിയും. പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എല്ലാവരും നമ്മൾ ഈ ഒരു എന്താ പറയുക, തീയാണ്, ചൂടാണ്, അപ്പോൾ കൈയൊക്കെ പൊള്ളിക്കാതെ സേഫായിട്ട് എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ കിടിലൻ സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി പർപ്പിൾ ക്യാബേജ് സാലഡ് ഇതവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളി കിടിലനായിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മളെപ്പോഴും ഈ ഒരു ക്യാബേജ് റോ ആയിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഹെൽത്ത് വൈസ് നല്ലത്. എന്നാലും അങ്ങനെ കഴിക്കാൻ നമുക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഹാഫ് ബോയിൽ ചെയ്തിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് നമ്മുടെ ഈ ഒരു പർപ്പിൾ ക്യാബേജ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ
വിചാരിക്കുന്നു. നമ്മുടെ പർപ്പിൾ ക്യാബേജിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കൂ. ആ ബെനിഫിറ്റ്സ് ഒക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഈ ഒരു സാലഡ് കൊടുത്തു നോക്കൂ, വളരെ ഇഷ്ടപ്പെട്ട് അവർ കഴിക്കും തീർച്ചയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി ചെറിയൊരളവിന് നമുക്ക് നമ്മുടെ മീൽസിലൊക്കെ നമ്മളിത് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതൊന്ന് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ. ബൈ ബൈ.